വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. രഞ്ജിത്തിനായി ഉടൻ ജാമ്യാപേക്ഷ നൽകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. അതേസമയം ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചു. യുവനടിയുടെ പരാതിയിൽ ഇന്നലെ രാത്രിയാണ് തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ 14 ദിവസത്തേക്കാണ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്തിനായി ഉടൻ ജാമ്യാപേക്ഷ നൽകുമെന്നൊക്കെയാണ് അഭിഭാഷകൻ അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേരള പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ തുടർ നീക്കങ്ങളുമാണ് അല്പസമയം മുൻപ് വരെ നാം കണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് മുന്നിൽ ഹാജരാക്കുവാൻ, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ വസതിയിലായിരുന്നു കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ വിവരങ്ങളുമായി പോലീസ് എത്തി രഞ്ജിത്തിനെ ഹാജരാക്കിയത്. അതിനുശേഷമായിരുന്നു 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തുടർ നടപടികളായി പ്രതിഭാഗം കടന്നിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ ഓപ്പൺ കോർട്ടിൽ ഈ കേസ് പരിഗണിക്കും. അതിലാണ് ജാമ്യാപേക്ഷ നൽകുന്നത്. ഇതിൽ ഈ രഞ്ജിത്തിൻ്റെ അഭിഭാഷകനെല്ലാം ഉറച്ചു നിൽക്കുന്നത് ഇതൊരു വ്യാജ പരാതിയാണ്, കെട്ടിച്ചമച്ച പരാതിയാണ്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നും രഞ്ജിത്തും വാദിക്കുന്നുണ്ട്. എന്തായാലും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയാണ്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കയ്യിൽ, പോലീസിൻ്റെ കയ്യിലും എല്ലാം കൃത്യമായി തന്നെ തെളിവുണ്ട്. കാരണം ഇത് ജനുവരി 9 നടന്ന സംഭവമാണ്. അതിനുശേഷം പിന്നീടാണ് ഈ യുവതി അവിടെ ആഭ്യന്തര സെല്ലിൽ പരാതി നൽകുന്നു, ADGPക്ക് പരാതി നൽകുന്നു. ADGP പരാതി നൽകി അദ്ദേഹം ഇത് കൊച്ചിയിലെ തന്നെ നോർത്ത് വനിതാ പോലീസിന് കൈമാറിയിരുന്നു. അന്ന് അവരുടെ നേതൃത്വത്തിൽ യുവതിയുടെ കയ്യിൽ നിന്നും കൃത്യമായി മൊഴി ശേഖരിക്കുന്നു, കൃത്യമായ അന്വേഷണം നടത്തുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി തന്നെ അന്വേഷിച്ച് മൊഴിയെടുത്ത ശേഷം ഇതിലൊരു പഴുതുമില്ല എന്ന് കണ്ടെത്തിയതിൽ, ഇതൊരു വ്യാജ പരാതിയല്ലെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തൊടുപുഴയിൽ വച്ച് റോഡ് തടഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ 11 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോഴും രഞ്ജിത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതീവ ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ മാനഭംഗം, അതോടൊപ്പം തന്നെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, അങ്ങനെ കൃത്യമായ വകുപ്പുകൾ ചുമത്തി തന്നെ ഈ കേസ് എടുത്തിരിക്കുന്നതിനാൽ ഇനി 11 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോഴും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി ഈ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുവാനും, കാരണം കൂടുതൽ ചോദ്യം ചെയ്യാനുമെല്ലാം പോലീസ് തയ്യാറെടുക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു വീഴ്ച ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ ശ്രമം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് സർക്കാരിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും. സർക്കാരിൻ്റെ നയം തന്നെ ഇത്തരം ഇരകളോടൊപ്പമാണെന്നാണ് സർക്കാരിൻ്റെ നയം. കുറച്ച് അല്പസമയം മുമ്പ് തന്നെ സജി ചെറിയാൻ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തങ്ങളുടെ സർക്കാർ ഇരകളോടൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ എത്ര ഉന്നതനായാലും അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും. അതിൻ്റെ തെളിവാണ് ഈ സംഭവമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും 14 ദിവസത്തേക്കാണ് നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ ജുഡീഷ്യൽ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പരിഗണിക്കും. അഭിഭാഷകർ കൃത്യമായി തന്നെ പറയുന്നു, ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഇതിൽ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം നടത്താതെയാണ് അതിവേഗത്തിൽ ഇത്തരം നടപടിയിലേക്ക് പോയെന്നാണ് ഈ രഞ്ജിത്തിൻ്റെ അഭിഭാഷകർ വാദിക്കുന്നത്, പ്രതിഭാഗം വാദിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ കയ്യിൽ കൃത്യമായി, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തെളിവുണ്ട്. പോലീസിൻ്റെ അടുത്ത നീക്കം ഈ ജനുവരി 9 അവിടെ ഉണ്ടായിരുന്ന ഈ നടിയോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കുക. അതിലാണ് അതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നിലവിൽ പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി, വ്യക്തമാണ്. ലൈംഗിക അതിക്രമ കേസിലാണ് സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡിലായിട്ടുള്ളത്. രഞ്ജിത്തിനായി ഉടൻ തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ അറിയിക്കുന്നത്. എന്തായാലും ആരോപണമൊക്കെ രഞ്ജിത്ത് നിഷേധിച്ചിട്ടുണ്ട്. യുവനടിയുടെ പരാതിയിൽ ഇന്നലെയാണ് തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.